ആഗമനകാലം 3-ാം ഞായറിലേക്ക് വചനയാത്രക്കാരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തകൾ 3 കാര്യങ്ങളിലായി ക്രമീകരിക്കുകയാണ്. ആമുഖം: യേശുവിനെ സന്ദർശിച്ച ആട്ടിടയന്മാരുടെ സന്തോഷമാണ് ഇന്ന് നാം ഓർക്കുക. യേശു ദർശനം നമുക്ക് സായുജ്യമാകുന്നു, ആനന്ദമാകുന്നു. കാരണം ദൈവം തന്നെ വന്ന് നമ്മെ രക്ഷിക്കുന്നു. ദൈവം ദുഃഖവും നെടുവീർപ്പും അകറ്റുന്നു. നമുക്ക് ദൈവം ബലം നൽകുന്നു. നമ്മൾ ധൈര്യം നേടുന്നു. 1. സ്നാപക യോഹന്നാൻ്റെ ചോദ്യം: വരാനിരിക്കുന്ന മിശിഹ നീ തന്നെയോ? യഹൂദജനത്തോടൊപ്പം സ്നാപക യോഹന്നാനും പ്രതീക്ഷിച്ചത് ഭൗമികമായ സാമ്രാജ്യം സ്ഥാപിക്കുന്ന മിശിഹായെ ആയിരിക്കാം. രാജകീയ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി യേശു സ്ഥാപിക്കുന്ന മിശിഹ രാജ്യത്തിൻ്റെ ചിത്രമാണ് മത്തായി 11:5-6 വചനങ്ങളിലൂടെ വ്യക്തമാക്കുന്നത്. സ്നാപക യോഹന്നാൻ പ്രതീക്ഷിച്ച മിശിഹ സങ്കല്പം നടക്കാതെ വരുമ്പോൾ സ്നാപക യോഹന്നാൻ യേശുവിൽ ഇടറരുതെന്ന് മുന്നറിയിപ്പും യേശു നൽകുകയാണ്. ഇടറാതിരിക്കുന്നത് വിശ്വാസ ജീവിതത്തിന് ഏറെ ബലം നൽകുന്നു എന്നുകൂടി യേശു പറഞ്ഞു വയ്ക്കുന്നു. 2. യേശുവിൻ്റെ മറുപടി. ഏശയ്യാ 26:19, 29, 18, 19 എന്നീ വചനങ്ങൾ, 35-ാം അധ്യായം 5-6 വചനങ്ങൾ, 61-ാം അധ്യായം 1-ാമത്തെ വചനം, ഈ വാക്യങ്ങൾ ഉദ്ധരിച്ച് യേശു മറുപടി നൽകുകയാണ്. വിശക്കുന്നവൻ അന്നമായി, ബന്ധിതന് മോചനമായി, അന്ധന് കാഴ്ചയായി, പരദേശികൾക്ക് സ്നേഹിതനായി, വിധവകളെയും അനാഥരെയും നഷ്ടപ്പെട്ടവരെയും വിളമ്പിൽ കിടക്കുന്നവരെയും അവഗണിക്കപ്പെട്ടവരെയും ചേർത്ത് പിടിച്ച് നീതി നടത്തി കൊടുക്കുന്നവനായി ദൈവം വരുന്നു, മിശിഹ വരുന്നു എന്നാണ് സ്നാപക യോഹന്നാന് യേശു നൽകുന്ന മറുപടി. വീണ്ടും യോഹന്നാൻ 1:39 ഗുരു അങ്ങ് എവിടെ വസിക്കുന്നു എന്ന് സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാർക്ക് യേശു നൽകുന്ന മറുപടി ഇതാണ്: വന്ന് കാണുക. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അവൻ അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു എന്നാണ് യോഹന്നാൻ 1:39 അടയാളപ്പെടുത്തുന്നത്. ഈ അർത്ഥത്തിൽ സ്നാപക യോഹന്നാൻ്റെ ശിഷ്യർക്ക് യേശുവിൻ്റെ മിശിഹ പ്രവർത്തനം യേശു അനുഭവവേദ്യമാക്കി കൊടുക്കുന്നു എന്ന് മനസ്സിലാക്കാം. സ്നാപകൻ്റെ ശിഷ്യരെ യേശു വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നുവെന്നും മനസ്സിലാക്കാം. മിശിഹ രാജ്യത്തിലേക്കുള്ള യേശുവിൻ്റെ ക്ഷണം വളരെ വ്യക്തമാണെന്നും ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഫ്രാൻസിസ് പാപ്പ തുടങ്ങിയ ലയോ 14-ാമൻ പാപ്പ പൂർത്തീകരിച്ച ഞാൻ നിന്നെ സ്നേഹിച്ചു ദിലക്സി തേ എന്ന അപ്പസ്തോലിക തിരുവെഴുത്തും നമ്മെ ആഹ്വാനം ചെയ്യുന്നത് യേശുവിൻ്റെ മിശിഹ രാജ്യത്തിലേക്ക് നാം തിരിയണമെന്നാണ്. യേശുവിനെ ലോകത്തിന് നൽകണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. പാവപ്പെട്ടവരിലും അടിച്ചമർത്തപ്പെട്ടവരിലും ക്രിസ്തുവിനെ കാണാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ദരിദ്രരിലൂടെ വെളിപ്പെടുത്തപ്പെടുന്നുവെന്ന് ലയോ 14-ാമൻ പാപ്പ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹവും നീതിയും സമൂഹത്തിൽ പ്രാവർത്തികമാക്കാൻ എല്ലാ വിശ്വാസികളെയും ലയോ പാപ്പ ആഹ്വാനം ചെയ്യുന്നത് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യേശുവിനെ ലോകത്തിന് നൽകുക
അപ്പോഴാണ് നമ്മൾ ആട്ടിടയന്മാരെ പോലെ ആനന്ദം കണ്ടെത്തുന്നത്. 3. സ്നാപക യോഹന്നാനെ കുറിച്ച് യേശുവിൻ്റെ വെളിപ്പെടുത്തൽ. സ്ത്രീ പുരുഷ ബന്ധങ്ങളിലൂടെ ജനിച്ചവരിൽ നിന്ന് സ്നാപകൻ വലിയവനാണ്. കാരണം രക്ഷകൻ്റെ ആഗമനത്തിന് മുമ്പേ, രക്ഷകൻ്റെ വരവിനെ അറിയിക്കാൻ രക്ഷകന് മുമ്പേ വന്നവനായതുകൊണ്ട് സ്നാപക യോഹന്നാൻ പ്രവാചകനേക്കാൾ വലിയവനെന്ന് യേശു പറഞ്ഞു വയ്ക്കുന്നു. ഉപസംഹാരം. സന്തോഷ ഞായർ അഥവാ ഗൗതത്തെ സൺഡേയിലാണ് നാം ഇന്ന്. ആട്ടിടയന്മാർ തണുപ്പ് വകവയ്ക്കാതെ ആ രാത്രിയിൽ തന്നെ യേശുവിനെ കാണുവാൻ പോയി. ആട്ടിടയന്മാർ യേശുവിനെ കണ്ട് ആനന്ദിക്കുന്നതാണല്ലോ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. ഇന്നിൻ്റെ ലോകത്തിൻ്റെ നിസ്സംഗതയിൽ നമ്മൾ നിലനിൽക്കാതെ ദൈവത്തെ സ്വീകരിക്കുവാൻ, ദൈവത്തെ കാണുവാൻ ക്ഷമയോടെ ദൃഢചിത്തതയോടെ ഒരുങ്ങിയിരിക്കുവാൻ ഇന്നത്തെ വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം ഫാദർ നിക്കോളാസ് ടി.